ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമീനി, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മൊജ്തബ ഖമീനി. ഈ മൊജ്തബ ഖമീനി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അപകടമൊക്കെ പറ്റി കോമയിലാണ്. ഇത് US-ൻ്റെ ചില വിവരങ്ങളാണ്, US പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളാണ്. അതുപോലെ തന്നെ ഇയാൾ മരിച്ചുപോയി, മരണപ്പെട്ടു. ആ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ആഭ്യന്തര യുദ്ധത്തെ ഇറാൻ ഭയക്കുന്നത് കൊണ്ടാണ് ആ ഒരു വാർത്ത മറച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഇയാൾ മരണപ്പെടാനുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുമോ? അങ്ങനെ ഏകാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ഒരു രാഷ്ട്രത്തലവനോ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻ്റോ ഒക്കെ ആണല്ലോ. ഇവരെ സംബന്ധിച്ച് സുപ്രീം ലീഡർ എന്നാണ് പറയുന്നത്. സുപ്രീം റിലീജിയസ് ലീഡറാണ്. ആൾ തന്നെയാണ് ഭരണം നോക്കുന്നതും മതത്തിൻ്റെ കാര്യം നോക്കുന്നതൊക്കെ. വാട്ട് എവർ നെയിം ഇറ്റ് മേ ബി. അതിനെ ടോപ്പ് ആളില്ലാതായാൽ മരിക്കുകയോ കോമയിലാവുകയോ ഓർമ്മയില്ലാണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു പീരീഡ് വേണം സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട്. പുതിയ ആളെ കണ്ടുപിടിക്കണം. അതിനൊക്കെ എളുപ്പമല്ല. കാരണം ഇപ്പോൾ ജനാധിപത്യ സമ്പ്രദായത്തിൽ അത് എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ BJPക്കോ കോൺഗ്രസ്സിനോ അതുപോലത്തെ സംഗതികൾക്ക് ആ പാർട്ടിക്കകത്തുള്ള ജനാധിപത്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പറയണ്ടാവും. അപ്പോൾ കോൺഗ്രസ്സിൽ നമുക്കറിയാം, അതൊരു കുടുംബം നിശ്ചയിക്കും. പക്ഷേ എങ്കിലും പേരിനൊരു സംവിധാനമുണ്ട് കോൺഗ്രസ്സിന് പോലും. അതിൽ ചർച്ച ചെയ്യാം, തീരുമാനിക്കാം. അതിവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനൊക്കെ 10 ദിവസം എടുത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സിസ്റ്റം ഉണ്ട്. പക്ഷെ ഇതിനങ്ങനെ സിസ്റ്റം ഇല്ല ഏകാധിപത്യ സംവിധാനത്തിൽ. അതിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒന്നും അല്ലാത്തൊരാൾ കയറി വരും. അയാൾക്ക് കുറേ പേര് സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാവനെ കൊണ്ട് വയ്ക്കും. അയാളെ വെച്ചുകൊണ്ട് വേറെ ചിലർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്നെ ചിലപ്പോൾ ഭരിക്കാനായിട്ട് ലീഡറായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കില്ല. അപ്പോൾ എനിക്ക് പറ്റിയ ആൾ പ്രിയനാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നു, എന്നാൽ പ്രിയനെ മതിയെന്ന് ഞാൻ തന്നെ 2-3 പേരെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ തരത്തിൽ ഉള്ളൊരു സിസ്റ്റമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കിപ്പോഴും പറയാനായിട്ട് സാധ്യമല്ല. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അമേരിക്ക പറഞ്ഞു എന്ന് വെച്ചാൽ ശരിയാവാം. കാരണം അവർക്ക് കുറേ സിസ്റ്റമൊക്കെ ഉണ്ട്, CIA ഉണ്ട്, അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, പലതുണ്ട്, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒന്ന്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതല്ലേ. പങ്കെടുത്തിട്ടില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അത് മീഡിയയിൽ വന്നിട്ടുണ്ട്. പിതാവിനെ വധിച്ചവരോട് പകരം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കൂടി കാണുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, എന്തൊരു പൊരുത്തക്കേടുണ്ട്. ആളെ കാണാനുമില്ല, എന്തുകൊണ്ട് അദ്ദേഹം അവോയ്ഡ് ചെയ്യണം അത്. അതിന് മറുവശം അതും പറയാം. ഇപ്പോൾ US പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവരെല്ലാവരും ഒരുമിച്ച് കൊല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി മാറി നിന്നൊന്നും വേണമെങ്കിൽ പറയാം. അതും ഒരു സാധ്യതയാണ്. പക്ഷേ ഏതായാലും നമുക്ക് യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. ഉടനെ അവർ പറയില്ല. ഇപ്പോൾ ആയത്തുള്ള ഖൊമൈനി മരിച്ചപ്പോൾ, ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞ ആദ്യത്തെ സുപ്രീം ലീഡർ, 1979 വിപ്ലവം കഴിഞ്ഞിട്ട് ആയത്തുള്ള ഖൊമൈനി മരിച്ചത് ലോകം അറിഞ്ഞ് അന്നൊന്നും അറിഞ്ഞില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. ഏകാധിപത്യ പ്രവണതകൾ എല്ലാ സ്ഥലത്തും. മോസത്തൊന്ന് മരിച്ചപ്പോൾ ചൈനയിൽ ഉടനെ അറിയിച്ചില്ല. കാരണം പിൻഗാമിയെ കണ്ടെടുക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയ്ക്ക്. ശക്തനായ ബ്രഷ്നേവ് മരിച്ച സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ ഭരണാധികാരി തന്നെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞത്. അദ്ദേഹം മരിച്ചപ്പോഴും ദിവസങ്ങൾക്ക് ശേഷം അറിഞ്ഞുള്ളൂ. അപ്പം അങ്ങനെയാണ് ഏകാധിപത്യ പ്രവണതകൾ. ഏകാധിപത്യ സമ്പ്രദായത്തിൽ പോകുന്ന രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കിത് പറയാനൊക്കില്ല. സംഭവിക്കാതിരിക്കാം. അതിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അല്ല, അന്ന് ഈ പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ഈ വധഭീഷണിയുണ്ട്, അല്ലെങ്കിൽ ഇയാളെ കൊല്ലാനൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒരു സംസാരം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് വരാത്തതെന്ന്. കാരണം അത് എത്ര കോടി ആൾക്കാർ പോയി പങ്കെടുക്കുന്ന ഒരു പരിപാടിയൊക്കെ അല്ലേ. എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ സ്റ്റാമ്പേഡ് ഉണ്ടാവാം, ആൾക്കൂട്ടം ഓടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ, ആൾക്കാരൊരു ചവിട്ടുമ്പോഴൊക്കെ കൊണ്ട് മരിക്കുന്ന. അങ്ങനെ ഇവർക്കൊക്കെ സെക്യൂരിറ്റി ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഒരു അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അനാർക്കി, അരാജകാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമല്ലേ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ. അവിടെ മാറി നിൽക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം. പക്ഷെ എന്ത് വന്നാലും പിതാവാണ്.
അദ്ദേഹം ഇപ്പോഴത്തെ ലീഡറുമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു സാധാരണ രീതിയിൽ അംഗീകരിക്കാൻ സ്വല്പം വിഷമമുണ്ട്. ആ സമയത്താണ് അമേരിക്കയുടെ ഈ ന്യൂസിന് പ്രസക്തി വർദ്ധിക്കുന്നത്. പക്ഷേ ഹവർ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അൻറ്റിൽ ഗവൺമെൻറ് ഒഫീഷ്യലി ഡിക്ലെയർസ്. ഏകാധിപത്യ നിലവിലുള്ള രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും ഇതേപോലെ പലതും കേൾക്കാറുണ്ട്. ചിലപ്പോൾ ഒരാളെ കുറച്ച് ദിവസം പൊതുവേദിയിൽ കണ്ടില്ലെങ്കിൽ ആൾ മരിച്ചുപോയി എന്ന് പറയും. അയാളെ കുറച്ച് ദിവസം പൊതുവേദിയിൽ കണ്ടില്ല, എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാ തോന്നുന്നത് എന്ന് പറയും. അങ്ങനെ സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ ബിൻ ലാഡനെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ? ബിൻ ലാഡൻ ആക്ച്വൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ പലാണ മരിച്ച ആളാണ്. കുറച്ച് ദിവസം ഒന്ന് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുള്ള ചില സ്ഥലങ്ങളോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലില്ലെങ്കിൽ അത് കഴിഞ്ഞു എന്ന് പറയും. എന്തു വന്നാലും അങ്ങനെ സംഭവം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോകം അറിയില്ല എന്നുള്ളതിന് തർക്കമില്ല. അങ്ങനെ സംഭവിക്കാറില്ല, സമയമെടുക്കും. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ലെനിനും സ്റ്റാലിന് ശേഷം ക്രൂഷ്ചേവ് പവറിൽ വന്നു. ക്രൂഷ്ചേവിനെ പാർട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ ക്രൂഷ്ചേവിനെ അധികാരപ്രശ്നമാക്കിയിട്ട് ആ വിവരം ലോകത്തിൻ്റെ മാധ്യമങ്ങൾ ഇറങ്ങിയപ്പോൾ വന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരുന്നു. അപ്പം അതിനിടയ്ക്ക് പുതിയ ജനറൽ സെക്രട്ടറി വന്നു, ബ്രഷ്നേവ് വന്നു. അതുകൊണ്ട് ഇതിനെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല. പക്ഷേ സാധ്യതകളുണ്ട്, സാധ്യതകൾ തള്ളിക്കളയാനൊക്കില്ല. ഇപ്പോൾ ഈ ആയത്തുള്ള അലി ഖമീനി അദ്ദേഹത്തിൻ്റെ മരണം തന്നെ ഒരുപാട് ദുരൂഹതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾ ശരിക്കും മരിച്ചിട്ടില്ല, മരിച്ചു എന്നുള്ളത് ഇറാൻ പറയുന്നതാണ്, അങ്ങനെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് US ഇങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വിടുന്നത്. പക്ഷേ ഇറാൻ അതിനെ എതിർത്ത് ഒട്ടുമുണ്ട്. അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല, അദ്ദേഹം ജീവനോട് തന്നെ ഉണ്ട്. US വെറുതെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ്. അത്തരത്തിലാണ് ഇറാൻ അതിനെ പ്രതിരോധിക്കുന്നത്, ഈ വാദങ്ങളെയൊക്കെ. പക്ഷേ US-ൻ്റെ തന്നെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ഒരു വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അവർ ഈ ഒരു പരിക്ക് പറ്റാനും കോമയിൽ കിടക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ടല്ലേ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പം അത് സാധാരണ ഇതിൽ നിഷേധിക്കും, അതങ്ങനെയാണത്. ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് 1984 ജൂണിൽ ഈ സിഖ് ഖാലിസ്ഥാൻ വാദക്കാർ ശക്തമായിട്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തിരുന്ന കാലം, ബിന്ദുരംബാലയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അതിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ആർമി ഒരു റെയ്ഡ് നടത്തി, അതായത് മിലിറ്ററി റെയ്ഡ്. അപ്പോൾ അതിൽ നടത്തുന്ന അകാൽ തഖ്ത് എന്ന് പറയുന്ന ഒരു ഏറ്റവും പരിപാവനമായ സ്ഥലത്ത് കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇയാൾ അവിടെയാണ് ഒളിച്ചിരുന്നത്. അവിടെ ഒരിക്കലും പോലീസ് പട്ടാളം വരില്ല എന്ന് വിചാരിച്ചിട്ട്. കാരണം റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ സാധാരണ പോലീസും പട്ടാളം കയറാനായിട്ട് മടിക്കുമല്ലോ, ഗവൺമെൻറ്റും അങ്ങനെ ഓർഡർ കൊടുക്കില്ല. അപ്പോൾ അതിൽ ഇയാൾ മരിച്ചുപോയി, അതൊരു സത്യമാണ്. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരുന്നാൽ മരിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് അവരൊരു പാത്രത്തിൽ ഈ അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച് എന്ത് സംഭവിക്കാം, പാത്രത്തിൽ കൊടുത്ത് വെള്ളം എടുത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ നിറം നീലയാകും. വെള്ളം കളർലെസ് ആണല്ലോ. അപ്പോൾ ആ വെള്ളം നീല വെള്ളവും ഇങ്ങനെ മരിച്ചാൽ അപ്പോൾ വെള്ളത്തിന് നിറം മാറിയിട്ടില്ലല്ലോ, അപ്പോൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. പുള്ളി ശരിക്കും മരിച്ചുപോയി ആ കാലത്തൊക്കെ മിലിറ്ററി ഓപ്പറേഷനിൽ. അപ്പോൾ ഇതേപോലുള്ള ഈ ഭീകര സംഘടനകളും ടെററിസ്റ്റ് സംഘടനകളും അവർക്കൊന്നും ഇതുപോലെ ഏകാധിപത്യമല്ലേ ഉള്ളൂ. ടെററിസ്റ്റ് സംഘടനയിൽ വോട്ടിനിട്ടിട്ട് ആരെങ്കിലും പ്രസിഡന്റിനെ സെക്രട്ടറിനെ തിരഞ്ഞെടുക്കുമോ? ഒന്നുമില്ല. ഒരാൾ അങ്ങോട്ട് കയറി നേതാവായി കഴിഞ്ഞാൽ പിന്നെ അയാളാണ്. പിന്നെ അയാളെ പിടിച്ച് പുറത്താക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയോ മരിക്കുകയോ ചെയ്യുമ്പോഴേ അടുത്ത ആൾ വരുള്ളൂ. അപ്പോൾ ഇവരും ഖാലിസ്ഥാൻ വാദക്കാരുള്ള പഞ്ചാബിലെ ഖാലിസ്ഥാൻ വാദികൾ അതേപോലെ ആയിരുന്നു. ഏകാധിപത്യ സംഘടന തന്നെയാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ലീഡർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആർക്കും സാധ്യമല്ല. അപ്പോൾ അയാൾ മരിച്ചില്ല എന്ന് പറഞ്ഞു. അതുപോലെ ബിൻ ലാഡൻ മരിച്ച സമയത്തും ഇതേപോലെ തന്നെ
അൽ ഖ്വയ്ദയുടെ ആൾക്കാർ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ US അത് തെളിവ് സഹിതം കാണിച്ചുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ സംസാരം ഉണ്ടായില്ല. അതുകൊണ്ട് ഇത് തികച്ചും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. മരിക്കാം, മരിക്കാതെയും ഇരിക്കാം. പക്ഷേ പിതാവിൻ്റെ ഫ്യൂണറലിന് വന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് വരേണ്ടതാണല്ലോ, വരേണ്ടതാണ്. ഇറാൻ അപ്പം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നും ഒരു മറക്കുന്നുണ്ട്. അതെപ്പോഴും ഏകാധിപത്യ രാജ്യങ്ങളിൽ അങ്ങനെയാണ്, അവർ മറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരാ. ഈ റഷ്യ ഉണ്ടായിരുന്ന കാലത്ത്, സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഇരുമ്പ് മറ എന്നായിരുന്നു പേര്, അയൺ കർട്ടൻ. ചൈനയെ പറ്റി പറയുന്നത് ബാംബു കർട്ടൻ എന്നാണ്. അവിടെ മുളയുള്ള അധികം ഉള്ള സ്ഥലമാണല്ലോ ചൈന, അതുകൊണ്ട് ബാംബു കർട്ടൻ. അതായത് ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തു നിന്ന് കാര്യങ്ങൾ മറക്കുന്നതിന് കൊടുക്കുന്ന ഓമന പേരുകളാണത്. ഇവർക്കും എന്തെങ്കിലും ഒരു കർട്ടൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ആയത്തുള്ള ഖൊമേനി ഫസ്റ്റ് റെവല്യൂഷണറി ലീഡർ, അദ്ദേഹം മരിച്ച സമയത്ത് ഉടനെ ലോകം അറിഞ്ഞില്ല. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചില ഗോസിപ്പുകൾ വരും, ഇൻഡിക്കേഷൻസ് വരും, ഇങ്ങനെ കേട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആൾക്കാർ പറയും. അപ്പോൾ അതിന് ശേഷം ഗവൺമെൻറ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് ആൾ മരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരിക്കും മരിച്ച ദിവസം, ഒഫീഷ്യലി മരിച്ച ദിവസം രണ്ടിനുണ്ടായിരിക്കും. ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ നേതാവ് രണ്ട് ചരമദിനം ഉണ്ടാവും. ഒന്ന് ഒറിജിനലായിട്ട് മരിച്ച ദിവസം, ഒന്ന് പിന്നെ ഗവൺമെൻറ് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്ത ദിവസം. നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിന്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.